ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു കസ്റ്റഡിയിൽ. ഇന്നലെ രാത്രിയാണ് മുരാരി ബാബുവിനെ പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തത്. വിശദാംശങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണൻ ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ഉമേഷ്, എന്തൊക്കെയാണ് വിവരങ്ങൾ ഉമേഷ്? ഉന്മേഷ, ഇന്നലെ രാത്രി 10 മണിയോടുകൂടിയാണ് മുരാരി ബാബുവിനെ വീട്ടിൽ നിന്ന് കസ്റ്റഡിയിൽ എടുക്കുന്നത്. SIT സംഘം നേരിട്ട് അവിടെ എത്തി കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു ചെയ്തത്. അതിനുശേഷം ഇവിടേക്ക്, അതായത് ഈ SIT സംഘത്തിന്റെ പ്രത്യേക ക്യാമ്പ് ഓഫീസായ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് എത്തിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ചോദ്യം ചെയ്യൽ നടപടിക്രമങ്ങളിലേക്ക് കടന്നിട്ടുണ്ടാകും. എന്തായാലും മുരാരി ബാബു കേസിൽ ഏറ്റവും നിർണായകമായ പ്രതിയാണ്. കാരണം ഈ മുരാരി ബാബു ആണ് അന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന ഘട്ടത്തിൽ ഈ ദ്വാരപാലക ശില്പങ്ങൾ അതിന് ചെമ്പുപാളിയാണെന്ന് രേഖപ്പെടുത്തിയത്. സ്വാഭാവികമായി ചെമ്പുപാളി എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ എങ്ങനെയാണ് ആ ഗൂഢാലോചനയിൽ മുരാരി ബാബു പങ്കെടുത്തിരിക്കുന്നത്, അതെങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധം, ഒപ്പം മുരാരി ബാബുവുമായുള്ള ബന്ധം, ആ ഘടനയാണ് മറ്റു പ്രതികളിലേക്ക് ഈ SIT സംഘത്തിന് എത്താനുള്ള ഏറ്റവും നിർണായകമായ വഴിത്തിരിവാകാൻ പോകുന്നതും. അതുകൊണ്ട് തന്നെ മുരാരി ബാബുവിൻ്റെ ആ കസ്റ്റഡി എടുക്കൽ ഉടൻ ഉണ്ടാകുമെന്നും സൂചനയുണ്ടായിരുന്നു. പക്ഷേ അത് ഇന്നലെ രാത്രിയോടുകൂടി എടുത്തിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് വേഗം കിടക്കും. 2ാം പ്രതിയാണ് കേസിൽ. മുരാരി ബാബുവിൻ്റെ പങ്ക് നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമായിരുന്നു. എന്തായാലും ആ നടപടിക്രമങ്ങളിലേക്ക് ഇപ്പോൾ SIT സംഘം കടക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും ഈ മുരാരി ബാബുവിൻ്റെ അറസ്റ്റോടുകൂടി കേസിലെ മറ്റ് 9 പ്രതികൾ, ആ മറ്റ് പ്രതികളിലേക്ക്, പ്രത്യേകിച്ച് ദേവസ്വം ബോർഡിലെ പ്രധാന ഉദ്യോഗസ്ഥർ, മുൻ കമ്മീഷണർ അടക്കമുള്ളവരുടെ പങ്ക് സംബന്ധിച്ചുള്ള ഒരു വിവരം ഇതുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ടുള്ള പങ്കുകൾ, അവരുമായി ബന്ധപ്പെട്ടുള്ള ഇടപാടുകൾ എന്നിവയെല്ലാം ഇതോടുകൂടി പുറത്തു കൊണ്ടുവരാനാകും എന്ന് തന്നെയാണ് SIT കരുതുന്നത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യൽ നടപടികൾ പുരോഗമിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തിരുവനന്തപുരത്ത് എത്തിച്ച് അവിടെ ഇപ്പോൾ നേരത്തെ കസ്റ്റഡിയിൽ തന്നെയുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി ഉണ്ടല്ലോ, അപ്പോൾ ഒരുമിച്ചിരുത്തി ഉള്ള ചോദ്യം ചെയ്യൽ അതിലേക്ക് ഉൾപ്പെടെ കടക്കാനാണോ SITയുടെ തീരുമാനം ഉമേഷ്? തീർച്ചയായും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സാമ്പത്തിക ഇടപാടുകൾ എന്നിവയെല്ലാം ഈ മുരാരി ബാബുവിലേക്ക് കേസ് എത്തിക്കുന്നതിൽ ഏറ്റവും നിർണായകമായി മാറിയിട്ടുണ്ട്. എന്തായാലും ഇവർ ഒന്നിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യൽ തന്നെയാണ് ഇതിൽ ഏറ്റവും നിർണായകം. ആ ഘട്ടത്തിലേക്ക് കടക്കുമോ, എപ്പോൾ കടക്കും എന്നിവയെല്ലാം ഇനി കണ്ടറിയണം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് മുരാരി ബാബു ഒപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റി ഇരുവരുടെയും ഒന്നിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യൽ കേസിൽ ഏറ്റവും നിർണായകമായി മാറും. സ്വാഭാവികമായി ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണ്ണക്കൊള്ള നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ വ്യക്തത പൂർണ്ണമായി വന്നിട്ടുണ്ട്. അതിന്റെ പങ്ക് ആർക്കെല്ലാം പോയിട്ടുണ്ട്, അതിലെങ്ങനെയാണ് മുരാരി ബാബു, മറ്റ് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർ പങ്കാളികളായിരിക്കുന്നത്, അതിലെങ്ങനെയാണ് ഈ കൊള്ളമുതലിന്റെ ശേഷിപ്പ് അല്ലെങ്കിൽ കൊള്ളമുതലിന്റെ പങ്ക് ഇവർ കൈപ്പറ്റിയിരിക്കുന്നത് എന്നിവയെല്ലാം ഈ ഒരു ചോദ്യം ചെയ്യലിലൂടെ പുറത്തു വരേണ്ടതുണ്ട്. ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ശ്യാംകുമാർ കൂടി ചേരുന്നുണ്ട് ഇപ്പോൾ. ശ്യാം, ഇതെപ്പോഴായിരുന്നു ഈ മുരാരി ബാബുവിനെ SIT കസ്റ്റഡിയിലെടുത്തത്? വിവരങ്ങൾ ശ്യാംകുമാർ. ഉന്മേഷ്, ഇന്നലെ രാത്രി 10 മണിയോടെയാണ് അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥർ ചങ്ങനാശ്ശേരി പെരുന്നയിലുള്ള മുരാരി ബാബുവിന്റെ വീട്ടിലെത്തുകയും മുരാരി ബാബുവിനെ കസ്റ്റഡിയിലെടുക്കാൻ വന്നതാണെന്ന് അറിയിക്കുകയും ചെയ്തത്. ഈ സമയത്ത് ഭാര്യയാണ് ആദ്യം ഈ വിവരം അറിയിക്കുന്നത്. തുടർന്ന് അഭിഭാഷകനെ വിവരം അറിയിക്കണമെന്ന് കുടുംബാംഗങ്ങൾ ആവശ്യപ്പെട്ടുവെങ്കിലും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി കസ്റ്റഡിയിലെടുക്കുകയാണ് എന്നുള്ള വിവരമാണ് കൂടുതൽ ഉദ്യോഗസ്ഥരെത്തി അറിയിക്കുകയും മുരാരി ബാബുവിനെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്തത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്ന വിവരം. ഏതായാലും ഈ കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഏതൊക്കെ കേസുകളിൽ കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ടോ അതേ കുറ്റങ്ങൾ മുരാരി ബാബുവിനും ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം മുരാരി ബാബുവിൻ്റെ നേതൃത്വത്തിലാണ് സ്വർണ്ണപ്പാളികൾ കടത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഗൂഢാലോചന ആദ്യഘട്ടത്തിൽ നടന്നത്. ഇതിന്റെ മഹസറിൽ വ്യാജമായി വിവരങ്ങൾ എഴുതി ചേർത്തത് മുരാരി ബാബുവാണ്. അതുകൊണ്ട് തന്നെ മുരാരി ബാബു ഈ കേസിലെ ഒരു പ്രധാന പ്രതി തന്നെയാണ്. കേസിലെ മറ്റ് 9 പ്രതികളും അന്വേഷണ സംഘത്തിന്റെ നിരീക്ഷണത്തിലാണ് എന്നിരിക്കെയാണ് ആദ്യ ഉദ്യോഗസ്ഥ അറസ്റ്റ് ഉണ്ടാകുന്നത്. ഏതായാലും ഇയാൾ മുൻപ് ജോലി ചെയ്ത തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മേജർ ക്ഷേത്രങ്ങളിലടക്കം ഇത്തരത്തിലെ തിരിമറികളോ ഈ മൂല്യം കൂടിയ വസ്തുക്കൾ മോഷണം പോവുകയോ മറ്റോ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതുൾപ്പെടെ പരിശോധിച്ചു വരികയാണ്. അതും ചോദ്യം ചെയ്യലിൽ വ്യക്തമാകും. ഏതായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അപ്പുറത്തേക്ക് ഈ കേസിലെ ഗൂഢാലോചനയിൽ ആരൊക്കെ പങ്കുണ്ടായിരുന്നു എന്നുള്ളതിൽ മുരാരി ബാബുവിന്റെ അറസ്റ്റും ചോദ്യം ചെയ്യലിലൂടെയും മാത്രമേ SITക്കും കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുകയുള്ളൂ. ഉന്മേഷ്, ശ്യാംകുമാറാണ് മുരാരി ബാബുവിനെ കസ്റ്റഡിയിലെടുത്തതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.